ഹേ എവ്രി വൺ വെൽക്കം ടു മൈ ഡേ 7 ഇൻ ഒമാൻ. ദേ ഇങ്ങനെയാണ് കേട്ടോ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. ടെൻ്റ് ഒന്നും ഇല്ലാണ്ട് കിടന്നുകൊണ്ട് തന്നെ വെളിച്ചം വന്നപ്പോഴത്തേനും ഉറക്കത്തിൽ നിന്ന് എണീച്ചു. നോക്കൂ എന്ത് രസമാണെന്നൊക്കെ മരുഭൂമി. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഐ വാസ് സോ എക്സൈറ്റഡ്. ഫുള്ള് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ സാൻഡ് ഡ്യൂൺസ് മാത്രം. അടിപൊളി വ്യൂ ആയിരുന്നു. ഈ ഫസ്റ്റ് ടൈം എനിക്ക് മഞ്ഞ് കണ്ടപ്പോഴും സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. ഇതേപോലെ ഞാൻ ദേ ഫുള്ള് ഓടി നടന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഓടിയിട്ടുണ്ട്. വേറെ ഓടിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്നാലും എല്ലാ ഡയറക്ഷനിലേക്കും ഞാൻ ഓടിപ്പോയി നോക്കിയിട്ടുണ്ട്. ഓടിയിട്ട് ഒരു സാൻഡ് ഡ്യൂണിന്റെ മുകളിൽ കയറി നിന്നപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് സൺറൈസ് കണ്ടു കേട്ടോ. ഇന്നലെ സൺസെറ്റ് മിസ്സായെങ്കിൽ എന്താ, സൺറൈസ് ഭയങ്കര അടിപൊളിയായിരുന്നു. കണ്ടതേ നമ്മളിങ്ങനെ നടക്കാണ്. ദേ നമ്മുടെ ഹിപ്പി മോനും കൂടെ ഉണ്ട്. ഈ മച്ചാൻ ഭയങ്കര അടിപൊളി കേട്ടോ. പിന്നെ ദേ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് അവിടെ കിടന്ന് അപ്പോഴത്തേനും ചൂടായി തുടങ്ങി. മണല് അത്യാവശ്യം പഴുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണം. നമ്മൾ പയ്യെ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സമയം 6:30 ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ വെയിലായി തുടങ്ങി. മണല് ചൂടായ പിന്നെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ദേ ഈ ഒമാൻ ചിപ്സിന് ഭയങ്കര ഫാൻസ് കൂടുതലല്ലേ. പക്ഷേ എനിക്ക് ഒമാൻ ചിപ്സിനെല്ലാം ഇഷ്ടം സോഹാർ ചിപ്സ് ആണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അവിടുന്ന് പാക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ ഇറങ്ങി. ഇന്നലെ രാത്രിയിലെ സഫാരിയിൽ ജെർക്കിങ് മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അതേ വെളിച്ചമുള്ളതുകൊണ്ട് സഫാരി പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് ഞങ്ങൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒട്ടും ഇരിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഭയങ്കര ജെർക്കിംഗ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവർ ഇറാനിയായിരുന്നു. അപ്പം നമ്മൾ ജെർക്കിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് അത് ആവേശം കൂടി. പിന്നെ മൂപ്പരത് ഡ്രിഫ്റ്റ് ചെയ്തു. പിന്നെ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അടിപൊളി ഡ്രൈവറാണ് കേട്ടോ. ആൾക്ക് നല്ല കൺട്രോൾ ഉണ്ട് വണ്ടിയിൽ. പക്ഷെ എല്ലാ കസരത്തും കാണിക്കുന്നുണ്ട്. നമ്മൾ ഡെസേർട്ടിൽ നിന്ന് എക്സിറ്റ് ആവുന്നതോടും നമുക്കിങ്ങനെ കുറച്ച് ഫാംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ദേ ഉച്ചയായപ്പോഴത്തേനും സിറ്റിയിലെത്തി. അവിടുന്ന് അവർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഞാനിപ്പോൾ ദേ എൻ്റെ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ ഞാൻ ഫൈനലി എൻ്റെ റൂമിലെത്തി. One, കുറച്ച് ദിവസം ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്നെ two, കാണാണ്ടായപ്പോൾ ഉള്ള സ്നേഹം കൊണ്ടാണെന്നറിയില്ല, ഞാൻ വന്ന് കിടന്നപ്പോൾ എൻ്റെ three, അടുത്ത് വന്ന് കിടന്നായിരുന്നു. ഇനി എൻ്റെ ഫോൺ കിട്ടാനുള്ള നടപടിയാണോന്ന് four, അറിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ABCD ഒക്കെ പറഞ്ഞ് 1 2 3 ഒക്കെ പറഞ്ഞ് five, അവിടെ ഇരുന്നു. പിന്നെ ഞാനും അത്യാവശ്യം ടയേർഡായിരുന്നു. six, സ്റ്റേ ഒക്കെ കഴിഞ്ഞ് 2 ദിവസമായാലും ഇപ്പോൾ ട്രിപ്പ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയി. കാരണം യാസീന് മുടി വെട്ടാനുണ്ടായിരുന്നു. ചെക്കനെ കൊണ്ടൊന്ന് മുടി വെട്ടിച്ചിട്ടോ. കുറച്ച് ദിവസമായിട്ട് മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായി. എന്നിട്ട് ഇപ്പോൾ സുന്ദരൻ സുലൈമാനായില്ലേ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അളിയൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ അടുത്തും പോകാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബൈ, സിയ, നെക്സ്റ്റ് ഡേ കാണാം.